അധ്യക്ഷ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി മേരി സെബാസ്റ്റ്യൻ അവർ, മാധവൻ ചേട്ടൻ, അതുപോലെ തന്നെ ശ്രീദേവി ചേച്ചി, രണ്ടുപേരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാണ്. ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട അമ്മമാരും ചേച്ചിമാരെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ പഞ്ചായത്തിന്റെ അധീനമുള്ള പ്രദേശങ്ങളും പ്രധാനപ്പെട്ട ഗ്രാമങ്ങളുടെ കേന്ദ്രങ്ങളും എല്ലാം തന്നെ ഇതുപോലെ വൃത്തിയാക്കുക എന്നുള്ളത് ഒക്ടോബർ 2 മുതൽ ആരംഭിച്ചിട്ടുള്ള പരിപാടിയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നിവിടെ എങ്ങനെ ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾ വന്നപ്പോൾ തന്നെ മനസ്സിലായി. മറ്റു വാർഡുകളിൽപ്പെട്ട മെമ്പർമാരുടെ നേതൃത്വത്തിലും ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പരിസര ശുചീകരണം ഇല്ലാത്തത് മൂലം വൃത്തിയുടെയും വെഴുപ്പിന്റെയും ഇല്ലായ്മ മൂലം അഭിമാനിയായ അല്ലെങ്കിൽ വിദ്യാസമ്പന്നനായ കേരളത്തിൽ ഒന്ന് വധിക്കുന്ന നമ്മുടെ നാട്ടിൽ എന്തെല്ലാം പകർച്ചവ്യാധികളാണ് പടർന്നു പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിരിക്കുന്ന ഈ പഞ്ചായത്തിന്റെ ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങളെങ്കിലും ഈ ടൗണെങ്കിലും വൃത്തിയും വെടുപ്പമുള്ളതായിരിക്കണം, അതിന് മാതൃകയാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഇത് ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട നമ്മുടെ 16ാം വാർഡ് മെമ്പർ ശ്രീ സനൽകുമാർ, ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മാത്തച്ചൻ പുഞ്ചത്തലയ്ക്കൽ, ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശ്രീദേവി സുബ്രായർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ADSന്റെ ഭാരവാഹികളെ, മെയ്റ്റുമാര്, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നു. കാരണം ഞാൻ സനലുമായിട്ട് ഒന്ന് സംസാരിച്ചതേ ഉള്ളൂ. നമ്മളുടെ ഈ ടൗൺ വാർഡ് നമുക്ക് വളരെ കൃത്യമായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ ഒക്ടോബർ 2 നമ്മൾ തുടങ്ങി വെച്ച ആ സേവനവാരത്തിന്റെ ഭാഗമായിട്ട് ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യണം എന്നുള്ളതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം പെട്ടെന്ന് തന്നെ അദ്ദേഹം ഓർഗനൈസ് ചെയ്യുകയും അദ്ദേഹവും നിങ്ങളോടൊപ്പം തന്നെ ഇവിടെ എത്തുകയും ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്തിന്റെ പരിസരം തന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ നോക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സനൽ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലാകമാനം ഒട്ടേറെ അസുഖങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ വിലയേറിയ സേവനം അത് വളരെ ഫലവത്തായിട്ട് നമുക്ക് വിനിയോഗിക്കാനായിട്ട് കഴിയണം. ഇനിയും വരും കാലങ്ങളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ, പടർന്നു പിടിക്കുന്ന അസുഖങ്ങൾ നമുക്ക് വരാതിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പരിസരങ്ങൾ ക്ലീനാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമ്മൾ തുടക്കം കുറിക്കുന്നത്. നിങ്ങളെല്ലാവരും വളരെ സത്യയോടുകൂടി നിന്ന് ഈ പണികൾ ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ മഹാമനസ്കതയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഈ ക്ലീനിംഗ് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ രണ്ടുപേരും ഈ കല്ലും അതൊക്കെ ഒന്ന് മാറ്റി ആ സൈഡിലേക്ക് വെക്കണം കേട്ടോ മക്കളെ. സാരില്ല.